ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഒരു 12 മണിയായപ്പോഴാണ് കേട്ടോ നമ്മൾ സക്ലേഷ്പൂർ ട്രെയിൻ ഇറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ഓട്ടോക്കാരെ അടുത്ത് പോയി കുറച്ച് ബാർഗനിങ് ഒക്കെ ചെയ്ത് അങ്ങനെ 2-3 ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മളെല്ലാവരും കൂടി ഹോം സ്റ്റേയിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ ഹോം സ്റ്റേൻ്റെ പേര് വെസ്റ്റേൺ ഗട്ട്സ്, വീര വെസ്റ്റേൺ ഗട്ട്സ് എന്നാണ്. കൗഡല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഹോം സ്റ്റേ ഉള്ളത്. ഞങ്ങൾ ആദ്യം ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചതൊരു ഓക്കെ ഹോം സ്റ്റേ ആണെന്നായിരുന്നു. പക്ഷേ അവരെ എൻട്രൻസ് മുതൽ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട്, ഭയങ്കര വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു ഹോം സ്റ്റേ ആണ്. കാരണം അവരുടെ ആ ഒരു വരുന്ന വഴി തന്നെ നമ്മൾ ആ ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ നടുക്ക് കൂടെ ഉള്ളൊരു വഴിയും പിന്നെ അവരുടെ എന്താ പറയുക ഡെക്കോസ് ഫുള്ള് ഒരു പണ്ടത്തെ കാളവണ്ടീൻ്റെ വീൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കയറി വരുന്ന സ്ഥലം മുതൽ. അങ്ങനെ നമ്മുടെ കൂടെയുള്ള ഒരു ഓട്ടോ വഴി തെറ്റിപ്പോയിണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അവർ വേണ്ടി വെയിറ്റ് ചെയ്യണ ഗ്യാപ്പിൽ മക്കളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടോ. വിച്ചേട്ടനും പിന്നെ അപ്പു, പാറു മക്കൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അവർക്ക് ഏത് സ്ഥലം എന്തെന്നൊന്നുമില്ല. അവർക്ക് തന്നെ ട്രിപ്പ് പോവുക, എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമ്പോൾ അവരുടേതായ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യും. അപ്പം അങ്ങനെ നമ്മൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ആ ഒരു വഴിയൊക്കെ ജസ്റ്റ് ഒന്ന് വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള കാപ്പിത്തോട്ടാട്ടോ. എനിക്ക് തോന്നുന്നു മോർണിംഗിലൊക്കെ വരെ മോർണിംഗ് വാക്കൊക്കെ ഉണ്ടാവുമായിരിക്കും. നമ്മൾ പിന്നെ എത്തിയത് തന്നെ 12 o'clock അപ്പോഴാണ് ഞാൻ മറ്റേ ഈ ലെമൺ കണ്ടത് കേട്ടോ. ഈ സെയിം ലെമൺ വീട്ടിലുണ്ട്. അപ്പം ഞാനിങ്ങനെ കണ്ടപ്പോൾ അമ്മയ്ക്കും അനുപരണൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മുടെ വീട്ടിലുള്ള സാധനം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമുക്കാർക്കും കന്നഡ അറിയാത്തത് കൊണ്ട് നിഷിയാണ് കേട്ടോ ഫുൾ ഓട്ടോക്കാരോട് സംസാരിക്കുന്നത്. കാരണം വഴി തെറ്റിപ്പോയ ഓട്ടോ ഉണ്ടല്ലോ, അവർക്ക് വിളിച്ചിട്ട് ഫോണിൽ നമ്മൾ വന്ന വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഞാനും അനുപേട്ടനും ചുമ്മാ ഫുൾ എവിടെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നടന്നു. അപ്പോഴേക്കും വെച്ചിട്ടും ഓടി വന്നു. അങ്ങനെ ഞാൻ എൻട്രൻസ് തൊട്ട് നോക്കി നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇങ്ങനെയാണ് കേട്ടോ ഇവരെ എൻട്രൻസ് ഡെക്കോർ ഉണ്ടായിരുന്നത്. ആ ഒരു കാളവണ്ടീൻ്റെ വീലും പിന്നെ ആ ഒരു അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് അവർ വന്ന് നമ്മൾ നേരെ ഉള്ളിൽ കയറി നമ്മുടെ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ ഊഞ്ഞാലുണ്ട്, പിന്നെ മറ്റേ ഒരു സ്പോർട്ടി ബൈക്ക് ഉണ്ട്. അങ്ങനെ അതിൻ്റെ മുകളിലൊക്കെ കയറി കളിക്കുകയായിരുന്നു പിള്ളേർ. അപ്പം ഞാനും തിരിച്ചേച്ചിയും കൂടിയിട്ട് ഊഞ്ഞാലിലിരുന്ന് അങ്ങനെ എല്ലാവരും റൂം ക്ലീൻ ചെയ്ത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം നമ്മൾ ട്രെയിനിൽ ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് ഭയങ്കര ടയർഡാണ്. സത്യം പറഞ്ഞാൽ റൂമിൽ വന്ന് ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറ്റിയാൽ ഭയങ്കര സമാധാനമാവും എന്നുള്ളൊരു ഫീലുണ്ടല്ലോ. അത്രയും ആയിട്ടാണ് കേട്ടോ നമ്മളെല്ലാവരും ഇരിക്കുന്നത്. കാരണം ഇന്നലെ രാത്രി ട്രെയിൻ കയറിയതാണ് നമ്മൾ. അപ്പോൾ ഹോൾ ഡേ നമ്മൾ മംഗലാപുരത്ത് ജസ്റ്റ് ഒരു സ്റ്റേ ചെയ്തെങ്കിലും നമ്മൾ കുളിക്കാനൊന്നും ഒന്നുമില്ലായിരുന്നു. ജസ്റ്റ് വാഷ്റൂം പോയി ഒന്ന് ഫ്രഷപ്പായിട്ട് ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് കുളിക്കാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു കേട്ടോ എല്ലാവരും. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ റൂം റെഡി ആയത്, അവർ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചുമ്മാ അവിടെയൊക്കെ മൊത്തത്തിൽ അവരുടെ ഇൻറ്റീരിയർ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം കോയിൻ കളക്ഷനും നോട്ട് കളക്ഷനും ഒക്കെ വെച്ച് അവരെല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റൂമൊക്കെ സെറ്റായി, റൂമിൽ വന്നു കുളിച്ചു. അപ്പം മുടി പോണിറ്റയിൽ കെട്ടിയിട്ട് അഴിച്ചിട്ടത് കൊണ്ട് വല്ലാത്തൊരു ടെക്സ്ചറിലാണ് എൻ്റെ ഹെയർ നിൽക്കുന്നത് കേട്ടോ. ആവശ്യമില്ലാത്ത ഡെൻറ്റും ബെൻഡൊക്കെ ഉണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. നമ്മൾ അവിടെ റിസപ്ഷനിൽ തന്നെയാണ് കേട്ടോ ഡൈനിങ് ഏരിയയും ഒക്കെ എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടുള്ള വഴിയാണ് കേട്ടോ ഈ ചെടി. ഞാൻ കഴിഞ്ഞ തവണ സ്കൂളിൽ നിന്ന് ടൂറ് പോയപ്പോൾ PTAൻ്റെ ടൂറ് പോയപ്പോൾ അവിടെയുള്ള റിസോർട്ടിൽ വയനാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് ഫുഡ്. ക്യാരറ്റ് പായസം, പിന്നെ കർണാടകക്കാരുടെ എന്തൊക്കെയോ ബാത്ത് അങ്ങനത്തെ എന്തൊക്കെയോ റൈസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊന്നും എടുത്തില്ല. ഞാൻ ജസ്റ്റ് ചോറ്, തൈര്, ചപ്പാത്തി, അവരെ കുറുമ പോലത്തെ ഒരു കറി അതൊക്കെ ഞാൻ എടുത്തുള്ളൂ. കാരണം മറ്റേ മസാലയൊന്നും വയറിന് പിടിച്ചില്ലെങ്കിലോ എന്നൊരു പേടിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 പാത്രത്തിലുള്ള ക്യാരറ്റ് പായസം കുടിച്ച് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ ഊഞ്ഞാലാടുന്നേരമൊക്കെ. കാരണം ഒരു മൈൽഡായിട്ടുള്ള കാറ്റൊക്കെ അടിക്കുന്ന നേരം. അപ്പോഴാണ് എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവരെ ബാക്കിലുള്ള കാപ്പിത്തോട്ടത്തിൽ നടക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവായിരുന്നു. അപ്പം മക്കളേനെയൊക്കെ കൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് ഈവനിങ്ങിൽ നമുക്ക് നടക്കാൻ പോവാം. ആ ഒരു സൺസെറ്റിൻ്റെ ടൈമിൽ നല്ല രസമായിരിക്കുമല്ലോ.
എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ഇവിടെ പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ പൂളിൻ്റെ പണി നടക്കുന്നുണ്ട്, പിന്നെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ മെയിൻ ഐറ്റമാണ് ഈ എന്താ പറയുക, കാളവണ്ടീൻ്റെയൊക്കെ ആ ഒരു ടയർ കേട്ടോ, ഐ മീൻ വീല്. അങ്ങനെ അതൊക്കെ നോക്കി നമ്മളിങ്ങനെ, ഇതൊക്കെയാണ് കേട്ടോ ഇവരെ കാപ്പിത്തോട്ടം. ഇവിടെ മോർണിംഗ് വോക്കൊക്കെ ഉണ്ട്. രാവിലെ എണീക്കുമെന്നൊക്കെ ദൈവം തമ്പുരാൻ അറിയാം. നടക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും, കാരണം ആ ഒരു വൈബ് ഭയങ്കര അടിപൊളിയായിരിക്കും. നല്ല നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഈവനിങ്ങിലും മോർണിംഗിലൊക്കെ നടക്കുമ്പോൾ നല്ല രസമായിരുന്നു. നട്ടുച്ചയാണെങ്കിൽ പോലും ആ ഒരു ഭയങ്കര ചൂട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഒരു 2 വീക്സ് മുന്നേ ഇവിടെ നല്ല കോടയൊക്കെ ഇറങ്ങി നല്ല തണുപ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ഫുൾ വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് വന്നേ. പക്ഷെ വന്നപ്പോൾ അങ്ങനെ മാത്രം തണുപ്പൊന്നും ഇല്ല. അത്യാവശ്യം ചൂടുണ്ട്, എന്നാൽ നമ്മുടെ നാട്ടിലത്തെ അത്ര ചൂടില്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ വിച്ചുട്ടനും പിള്ളേരും നിഷി ഞാനൊക്കെ കുളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയും അമ്മായി ദീപ്തിയൊന്നും കുളിച്ചിട്ടില്ല. അവരൊക്കെ ഇനിയിപ്പോൾ കുളിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ മുന്നേ ചുമ്മാ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ ഇറങ്ങി. പിന്നെ എല്ലാവരും കൂടി സെൽഫിയൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ റൂമിൻ്റെ ഏരിയയിൽ വന്ന് എല്ലാവരും കൂടിയിട്ട് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ നമുക്കൊരു വൈൻ ബോട്ടിൽ ഉണ്ടായിരുന്നു, 2 ഗ്ലാസ് വൈനൊക്കെ കഴിച്ച് നമ്മളങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ അനുവേട്ടനും ഉമേഷേട്ടനും കൂടിയിട്ട് ക്യാരംസ് കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ ഗെയിംസിൻ്റെ എല്ലാം ഒരേ ഏരിയയിലാട്ടോ ഗെയിംസ് ഉള്ളതൊക്കെ. അപ്പം അങ്ങനെ ഞാൻ മക്കളെയും കൊണ്ട് നായനൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്ട്രോൾ ചെയ്തുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവരുടെ ഗെയിംസിൻ്റെ ഏരിയ കണ്ടത്. ഗെയിംസിൻ്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിപ്പ് ലൈൻ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് തീരുന്നൊരു സിപ്പ് ലൈനും പിന്നെ മറ്റേ നെറ്റിൽ ഇങ്ങനെ വലിഞ്ഞു കയറുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ മുന്നേ കുറച്ച് നേരം ഞാൻ ഇവരുടെ ക്യാരംസ് കളിക്കുന്ന കാണാൻ വേണ്ടി വന്നു. അങ്ങനെ കുറച്ച് നേരം കളി കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ ചുമ്മാ കളിക്കുന്നൊന്നുമില്ല, ഇവർ ടൂർണമെൻ്റൊക്കെ ആക്കിയിട്ടാണ് കളിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അവർ കളിച്ചോട്ടെ എന്ന്. അങ്ങനെ അവരുടെ കളി നമ്മളവിടെ വെച്ച് നമ്മൾ പിന്നെയും മക്കളെയും കൊണ്ട് നടക്കാൻ ഇറങ്ങി കേട്ടോ. അങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെയാണ് മഡ് വോളിബോളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ഒരു നെറ്റിട്ട ഏരിയയിൽ അവർ വെള്ളമൊക്കെ ഒഴിച്ച് മഡ് ചളിയുള്ള ഉണങ്ങിയ സ്ഥലമാണ്, അതിനെ നനച്ച് കഴിഞ്ഞാൽ ചളി വിളിയാവും എന്ന് വിചാരിക്കണം. അപ്പം നമ്മൾ മഡ് വോളിബോളൊക്കെ കളിക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ നാശമായി കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ മെനക്കെടാൻ നിന്നില്ല. അങ്ങനെ ഇതിൻ്റെ മുകളിൽ കയറുക എന്നുള്ള സാഹസത്തിൽ മുതിർന്ന് ഞങ്ങളെല്ലാവരും നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വിച്ചുട്ടൻ കുറച്ച് കയറി, അപ്പു കയറി നോക്കി. അപ്പോൾ പിന്നെ എനിക്കൊരാഗ്രഹം മുകളിലേക്ക് കയറണം. അപ്പോൾ ഫസ്റ്റ് കയറിയപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, കാരണം കയറ് പഴയതാണ്, പൊടിയുന്നുണ്ട്, പൊട്ടിപ്പോവോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും മുകളിൽ നെറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് ആ നെറ്റിൽ കിടക്കാം. അപ്പം ഞാൻ കുറച്ച് കയറി, പിന്നെ ഇറങ്ങി. വിച്ചുട്ടൻ്റെ ഡാൻസ് ക്യാമറ കണ്ട അപ്പം അവൻ എന്തെങ്കിലുമൊക്കെ കാണിക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നിഷി ഓൾമോസ്റ്റ് മുകളിൽ കയറി കേട്ടോ. പേടി ഉണ്ടെങ്കിലും വിച്ചുട്ടൻ പകുതി കയറി വീണ്ടും അവൻ ഇറങ്ങി. അത് കഴിഞ്ഞ് നിഷി നെറ്റ് കയറി കിടന്നു. ഞാൻ പിന്നെ ടോപ്പിൽ കയറി. എനിക്ക് നെറ്റിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റിയില്ലെങ്കിലോ എന്നൊരു പേടിയുള്ളതുകൊണ്ട് ഞാൻ പിന്നെ നെറ്റിലേക്ക് ഇറങ്ങാനുള്ള സാഹസം കാണിച്ചില്ല. ഞാൻ ആ കയറിൻ്റെ മുകളിൽ ചവിട്ടി ആ ടോപ്പിൽ നിൽക്കുക തന്നെ ചെയ്തുള്ളൂ. അപ്പോഴാണ് അനുബേട്ടൻ കയറാൻ വന്നത്. അപ്പോഴേക്കും വിച്ചുട്ടൻ താഴത്തുനിന്ന് നല്ല കരച്ചിൽ തുടങ്ങി. അവന് മുകളിൽ കയറാൻ പേടിയാണ്, അച്ഛനും അമ്മയും കയറണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും പാറുവിന് കയറണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അനുബേട്ടൻ കയറ്റി കൊടുത്തു കേട്ടോ. വിച്ചുട്ടന് പേടിയായതുകൊണ്ട് പിന്നെ ഞങ്ങൾ നിർബന്ധിച്ച് സാരില്ല എന്നൊക്കെ പറഞ്ഞ് എൻകറേജ് ചെയ്തപ്പോൾ അവൻ കയറി കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പേടിയൊക്കെ മാറി. അങ്ങനെ ഇവർ 4 പേരും മാത്രമാണ് കേട്ടോ അതിൻ്റെ മുകളിൽ കയറി കിടന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര പേടിയായിട്ടുണ്ടായിരുന്നു, കാരണം എല്ലാവരും കൂടി കിടന്ന് വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട് ഈ നെറ്റെങ്ങാനും കീറിപ്പോയാൽ കഴിഞ്ഞു. ടൂറും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ആംബുലൻസിൽ പോകേണ്ട അവസ്ഥയോ. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ജസ്റ്റ് ആ കമ്പിയുടെ മുകളിൽ ഇരിക്കുകയെ ചെയ്തുള്ളൂ, ഞാൻ ഇരുന്നില്ല. വിച്ചിട്ടും പാറും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. കാരണം ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുമ്പോഴുള്ള വ്യൂ. നല്ല രസമാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സ്.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല വുഡൻ വർക്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഒരു ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. ഈ കാർട്ട് വീലാണ് ഇവരെ മെയിൻ. പിന്നെ വുഡ് വർക്ക്സും പിന്നെ പണ്ടത്തെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും കുറച്ച് ടയർഡായി. ഈ ഒന്ന് കിടക്കാം എന്നുള്ളൊരിതിൽ നമ്മളെല്ലാവരും വന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. എണീറ്റപ്പോൾ 6:30 ഇരുട്ടായി. പിന്നെ റെയിൻ ഡാൻസും മഡ് വോളിബോളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത്, കാരണം ചോയ്സ് ഇല്ല, രാത്രിയായില്ലേ. അങ്ങനെ രാത്രിയായപ്പോൾ അവിടെ ഫുൾ ലൈറ്റ് ഇട്ടപ്പോൾ വേറെ തന്നെ വൈബായി കേട്ടോ. പിന്നെ ഇവരെ കാപ്പി പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു കാപ്പിത്തോട്ടം ഉള്ളതുകൊണ്ടായിരിക്കും നല്ല ഒറിജിനൽ റോസ്റ്റഡ് കോഫീൻ്റെ ആ ഒരു ഫ്ലേവറുള്ള കാപ്പിയായിരുന്നു. പിന്നെ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല നല്ല രസമുണ്ട് കേട്ടോ. ഒരു സ്ട്രിപ്പ് ലൈറ്റാണ് അവർ ഫുൾ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബോട്ടിൽ വർക്ക്സും മറ്റേ വുഡിൻ്റെ വർക്കുകളാണെങ്കിലും പിന്നെ റൂട്ടിൻ്റെ ആ ഒരു ലാമ്പ് പോലത്തെ സാധനമാണെങ്കിലും എല്ലാം സ്ട്രിപ്പ് ലൈറ്റ് വെച്ച് ഭയങ്കര അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. വിച്ചുട്ടിൻ്റെ ഫേവറേറ്റ് സാധനം ഈ സ്പോട്ടി ബൈക്കായിരുന്നു കേട്ടോ. അവൻ അതിൻ്റെ മുകളിൽ തന്നെയാണ് ഇതിൻ്റെ മുകളിൽ വരുമ്പോൾ. കാപ്പി പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് അവൻ 1-2 കാപ്പി കുടിച്ചിരിക്കുന്നു തോന്നുന്നു. കുഞ്ഞ് ഗ്ലാസ്സിലാണ് കാപ്പി തരുന്നത്. ഞാനൊക്കെ എൻ്റെ വീട്ടിൽ കുടിക്കുന്ന ഗ്ലാസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആ കാപ്പി ഒരു 4 ഗ്ലാസ് കുടിച്ചാലും മതിയാവില്ല, അത്രയും ചെറിയ കപ്പാട്ടോ. അതിനിങ്ങനെ കുറേ ഗെയിംസിൻ്റെ ഏരിയ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വന്നപ്പോൾ ഈ പൂച്ചക്കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അതിനെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പം കാപ്പി കുടിക്കാൻ വന്നപ്പോൾ വീണ്ടും പുള്ളിക്കാരി പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ ഇവർ സ്പീക്കർ വെച്ചിട്ടുള്ള കണ്ടോ, ആ ഒരു ഗ്രിൽസിൻ്റെ ഉള്ളിൽ ഒരു കൂടൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലാട്ടോ വലിയ സ്പീക്കർ വെച്ചിട്ടുള്ളത്. പക്ഷെ വെച്ച പാട്ടൊന്നും വലിയ സുഖമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ അങ്ങനത്തെ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രം ആൾക്കാരില്ല. നമ്മളും പിന്നെ വേറൊരു ഫാമിലി, അവർ മലയാളി ഫാമിലീസ് അല്ല കേട്ടോ ഉണ്ടായിരുന്നത്. ഈ നമ്മൾ 2 ഫാമിലീനെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് അന്താക്ഷരിയൊക്കെ കളിച്ച് രാത്രി ഡിന്നറും കഴിച്ച് പിന്നെ നമ്മൾ അങ്ങനെ കിടന്നുറങ്ങാൻ പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. നാളത്തെ വ്ളോഗ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.